ഹലോ കേസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാശ്മീർ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് അതിരാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടുണ്ട് ഏകദേശം. നമ്മൾ താമസിക്കുന്ന ആ ഒരു പരിസരത്തെ വീടുകളാണ് ഈ കാണുന്നത്. കാശ്മീരിലെ ശ്രീനഗർ. നമ്മൾ ശ്രീനഗർ താമസിച്ചിട്ടാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീനഗർ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇന്നും കൂടി നമ്മൾ കാണുന്നത്. ഇന്ന് ദാൽ ലേക്കാണ്. ദാൽ ലേക്കിലെ ശിക്കാര റൈഡ് ഇത് വളരെ ഫേമസ് ആണ്. നമ്മളിപ്പോൾ ദാൽ ലേക്കിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഘാട്ടുകളുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഘാട്ടുകളാണ്. കാര്യം ഓരോ ഗേറ്റ് നമ്പർ എന്ന് പറയും. ആ ഓരോ ഗേറ്റ് നമ്പറിലുമാണ് ബോട്ടുകൾ നമുക്ക് അവൈലബിൾ ഉണ്ടാകുക. ഏകദേശം 50ഓളം ഘാട്ട് നമ്പേഴ്സ് ഉണ്ടെന്നാണ് അറിവ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഷിക്കാര പറഞ്ഞിരിക്കുന്നത് ഘാട്ട് നമ്പർ 16 അപ്പോൾ നമ്മൾ ആ ഘാട്ട് നമ്പറിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിരാവിലെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെയാണ് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. വളരെ ഫേമസ് ആണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പഴയ ആ ഒരു ബാർട്ടർ സംവിധാനത്തെക്കുറിച്ച്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ഷൻ എന്താണോ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണോ അത് കൊടുത്തിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സംവിധാനം. അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് അറിവ്. എന്നാൽ പണം കൊടുത്തും ആൾക്കാർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഈ ദാൽ തടാകത്തിൽ ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ രാവിലെ കൂടുതലും നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റാണ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നമ്മളപ്പോൾ നമ്മളുടെ ശിക്കാര വെയിറ്റ് ചെയ്യുന്ന ആ ഘാട്ട് നമ്പറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സാരഥി ബോട്ടുമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം അതിരാവിലെ തന്നെ എത്തിയായിരുന്നു, 5:30 തന്നെ എത്തിയായിരുന്നു. ഞാൻ അല്പം താമസിച്ചു പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടിൽ കയറി. ഡീലക്സ് എന്ന പേരുള്ള ഷിക്കാരയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ സാരഥി. അങ്ങനെ നമ്മൾ ദാൽ തടാകത്തിലൂടെ ഹൗസ് ബോട്ടുകളും ഫ്ലോട്ടിംഗ് ബോട്ടുകളൊക്കെയാണ് കാണുന്നത്. ഈ ഫ്ലോട്ടിംഗ് ബോട്ടുകളിലൊക്കെ ഒട്ടേറെ ആൾക്കാർ താമസിക്കാറുണ്ട്. നമുക്ക് താമസിക്കാനൊക്കെ സാധിക്കും. കൂടുതൽ തണുപ്പ് അസഹനീയമായതുകൊണ്ടാണ് ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കാഞ്ഞത്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നാണ് ഈ ദാൽ തടാകം അറിയപ്പെടുന്നത്. ദാൽ തടാകം ഒരു കാലത്ത് ജലം നദിയുടെ ഭാഗമായിരുന്നുവെങ്കിലും പ്രകൃതിദത്ത ഭൂമിശാസ്ത്ര പ്രക്രിയകൾ കാരണം വേർപിരിഞ്ഞ് എന്ന് ചില ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജലം നദി എന്ന് പറഞ്ഞാൽ ഈ ശ്രീനഗറിൽ നമ്മൾ ഒട്ടുമിക്ക സ്ഥലത്തും പോകുമ്പോൾ ജലം നദി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ജലനദി പാകിസ്ഥാനിൽ വരെ ഒഴുകുന്ന വളരെ വലിയൊരു നദി കൂടിയാണ് കേട്ടോ. ആ വെജിറ്റബിളായിട്ടൊരു ശിക്കാര പാഞ്ഞു പോകുന്നുണ്ട്. പൂക്കച്ചവടക്കാരനൊക്കെ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കച്ചവടവുമായിട്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം കഴിഞ്ഞു. അത് കാരണം എത്രത്തോളം മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കൃത്യം 5:30 തന്നെ ഇവിടെ മാർക്കറ്റ് തുടങ്ങും. ദൂരെ നമ്മൾക്ക് കാണാം കുറച്ച്
ശിക്കാരക്കാർ മാത്രമേ ഉള്ളൂ കച്ചവടത്തിനായിട്ട്. പിന്നെ വെജിറ്റബിൾ സീസണും അല്ല ഇപ്പോൾ കൃഷി സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ കച്ചവടക്കാരും കുറവായിരിക്കും. അവരുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ കൈമാറി മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള ബാർഗെയിനിങ്ങിലാണ്. എന്തായാലും വളരെയധികം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൈഡ് തന്നെയാണ് ഈ ശിക്കാര റൈഡ്. ഈ ദാൽ തടാകത്തിലൂടെ, ശാന്തസുന്ദരമായ ഈ ഒരു തടാകത്തിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എവിടേക്കെയോ നമ്മുടെ ഓർമ്മകൾ ഉടക്കി നിൽക്കും. കാര്യം പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കീർത്തിചക്ര എന്നുള്ള സിനിമയിൽ നമ്മൾ കേട്ട ആ ഒരു പാട്ടിൻ്റെ അലവലികൾ നമുക്ക് ഓർമ്മയിൽ വരും. ആ ഒരു ഫിലിം കണ്ട സമയത്ത് ഓർമ്മയിൽ എന്നും ഉടക്കി നിൽക്കുന്ന ഒരു പാട്ടാണ് ഹുദാസെ ജന്നത്ത് ഹേ മേരി എന്നുള്ള ആ ഒരു പാട്ട്. അന്നേ നമ്മുടെ മനസ്സിൽ ഉള്ളൊരാഗ്രഹമാണ് എന്നെങ്കിലും ജമ്മു കാശ്മീർ ഒന്ന് സഞ്ചരിച്ച് അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത്. എന്തായാലും ദൈവം സഹായിച്ചിട്ടത് ഇപ്പോഴും നടന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ ഒരു കാശ്മീർ. അവർ തർക്കത്തിലാണ്, കച്ചവടത്തിൻ്റെ ആ ഒരു മൂർധന്യ അവസ്ഥയിലുള്ള തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരിടയ്ക്ക് നമ്മളെയും ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കും ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ മാർക്കറ്റാണ്. പിന്നെ ഇവിടെ തന്നെയാണ് മീന ബസാർ എന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു ഷോപ്പിംഗ് സ്ഥലം കൂടിയുണ്ട്. അതും ഈ ദാൽ തടാകത്തിൽ തന്നെയാണ്. ഏകദേശമൊക്കെ കച്ചവടമൊക്കെ കഴിഞ്ഞ് അവരവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ച് പിരിയാനുള്ള സമയമായി. ചുറ്റിനുമുള്ള ആ വീടുകളൊക്കെ നോക്കുക. ഒട്ടേറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ദാൽ തടാകം. ദാൽ തടാകത്തിൻ്റെ മൺതിട്ടകളിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഒരു വീട്ടിലേക്കുള്ള മരപ്പാലമാണ് കാണുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനറിയാണ്. അങ്ങനെ ഓരോ കച്ചവടക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പൂക്കച്ചവടക്കാരനാണ്. അതുപോലെ ചായയുമായിട്ട് ഒരു കക്ഷി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാശ്മീരി കവ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് കരുതി. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ ഇത്. കൊള്ളാം. കഴിച്ച് നോക്കിയിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് പോരുകയാണ്. ഈ പോരുന്ന വഴി കാണുന്നതാണ് മീന ബസാർ. ദാൽ തടാകത്തിലെ നിവാസികളുടെ ഏറ്റവും വലിയ കച്ചവട ഹബ്ബെന്ന് പറയുന്നത് ഈ മീന ബസാറാണ്. ഇത് ശരിക്കും 10 മണി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുള്ളൂ. ഈ കച്ചവട സ്ഥലങ്ങളെല്ലാം നമ്മൾ അതിരാവിലെ വന്നത് വെജിറ്റബിൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇത് ഏത് സമയത്തും ഇവിടെ മനോഹരമാണെന്നുള്ളതാണ്. അതിരാവിലെ ആയാലും മറ്റുള്ള സമയത്തായാലും ഈ ഒരു ദാൽ തടാകത്തിൽ നമുക്ക് ഇങ്ങനെ ശിക്കാരയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ തോന്നും. ഇതൊക്കെ ഫ്ലോട്ടിംഗ് ഹൗസ് ബോട്ടുകളാണ്. 2000 തൊട്ട് മേപ്പോട്ട് നമുക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ലഭിക്കും. ഹൗസ് ബോട്ടുകളിലൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബാക്കപ്പുള്ള, അതായത് ജനറേറ്റർ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കണം. AC ഉള്ളതായിരിക്കണം. AC എന്ന് വെച്ചാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ ഈ ദാൽ തടാകത്തിലായതുകൊണ്ട് തന്നെ വളരെ മൈനസിലായിരിക്കും കിടക്കുക. അപ്പോൾ റൂം ടെമ്പറേച്ചറൊക്കെ നമുക്ക് കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ അതുപോലെ റൂം ഹീറ്ററോ AC എല്ലാം നമുക്ക് വേണം. ഈ ശിക്കാര വള്ളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഉണ്ടാക്കുന്ന മരങ്ങൾ തന്നെയാണ് ഇവിടെ ഈ നിൽക്കുന്നതൊക്കെ. ഈ കാണുന്നതൊക്കെ ആ മരങ്ങളാണ്.
ജിൽദാർ എന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ അടുത്ത കച്ചവടക്കാരനെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവിടുത്തെ തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വെക്കുവാനായിട്ടും അതുപോലെ കാഷ്നട്ട് ബദാം ഒക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ കരകൗശല ഐറ്റംസാണ്. ആപ്പിൾ പോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന, ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ. അങ്ങനെ താഴ്ത്തടാകമൊക്കെ ഈ കാണുന്ന ഒരു താഴ്ത്തടാകത്തിലൊരു പാർക്കാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു പാർക്ക് കൂടിയാണ്. ഈ തടാകത്തിലില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പോസ്റ്റ് ഓഫീസ് വരെ ഈ തടാകത്തിൽ അവൈലബിൾ ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യൻ സഞ്ചാരികൾക്ക് കാശ്മീരിൽ ഭൂമി വാങ്ങാൻ അനുവാദമില്ലായിരുന്നു. തൽഫലമായിട്ട് അവർ ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചു. ഈ പാരമ്പര്യമാണ് ഇന്നും തുടർന്നു പോരുന്നത്. അങ്ങനെ നമ്മൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തടാകത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഹിൽ ടോപ്പിലാണ് ഈ ഒരു അമ്പലം നിൽക്കുക. വളരെ നല്ലൊരു വ്യൂ ആണ് ആ ഒരു അമ്പലത്തിലേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലെത്തി. ദാൽ തടാകത്തിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 250ഓളം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തുവാനായിട്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും ആദരണീയവുമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ ഏറ്റവും മേളിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ കയറി ഇവിടെ എല്ലായിടത്തും മണികളുണ്ട്. നമ്മളും ഒന്ന് മണിയടിച്ച് അകത്തോട്ട് കയറി. ഇവിടെ വൃത്താകൃതിയിലുള്ള ഒരു ശ്രീകോവിലിൽ ഒരു ശിവലിംഗമാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. കൂടാതെ ഹിന്ദു പാരമ്പര്യത്തിലെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നുമാണ് ഈ ഒരു ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. അമർനാഥ് യാത്രയിൽ ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് പരിപാലിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ടെമ്പിളൊക്കെ കണ്ട് താഴത്തേക്ക് പോരുന്ന വഴി ദാൽ തടാകത്തിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് ജാമിയ മസ്ജിദിലാണ്. പേർഷ്യൻ സൂഫി പണ്ഡിതനും മിർ സയ്യിദ് അലി ഹമദാനിയുടെ മകനുമായ മിർ മുഹമ്മദ് ഹമദാനിയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വിവിധ അധിനിവേശങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച ഈ ഒരു പള്ളിയുടെ ഘടന അതിൻ്റെ യഥാർത്ഥ രൂപകൽപ്പന നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തീപിടുത്തങ്ങളും പുനർനിർമ്മാണങ്ങളും ഒട്ടേറെ നടന്നിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ഈ ജമാ മസ്ജിദ്. വാസ്തുവിദ്യയുടെ സ്വാധീനത്തിൽ പേർഷ്യൻ ഇന്തോ സാർസനിക് ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ പള്ളിയുടെ ഉൾവശങ്ങൾ. താഴേക്കുടങ്ങളോ മിന്നാരങ്ങളോ ഇല്ലാത്ത സാധാരണ മുഗൾ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഒരു പഗോഡ ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കമാനാകൃതിയിലുള്ള ഇടനാഴികളിൽ ചുറ്റപ്പെട്ട ഒരു വലിയ മുറ്റം. ദേവദാരു മരം കൊണ്ട് നിർമ്മിച്ച 378 മരത്തൂണുകൾ ഈ പള്ളിക്കുള്ളിലുണ്ട്. 33,000 ജനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ പള്ളിക്ക് സാധിക്കും. കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായ ഷാമിർ രാജവംശത്തിലെ സുൽത്താൻ സിക്കന്ദർ 1402 നിർമ്മിച്ചതാണ്
ഈ ഒരു ജാമിയ മസ്ജിദ്. കാശ്മീരിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ജാമിയ മസ്ജിദ്. ജാമിയ മസ്ജിദ് കണ്ടു കഴിഞ്ഞു. നമ്മൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഹസ്രത് ബാൽ ചർച്ചാണ്, ഹസ്രത് ബാൽ മോസ്ക്. ഈ കാണുന്നതാണ് ഹസ്രത് ബാൽ മോസ്ക്. ദൂരം പ്രാവുകളാണെന്ന് നോക്കി. പല ഹിന്ദി സിനിമകളിലും ഈ ഒരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ഏറ്റവും ആദരണീയമായ മുസ്ലിം മതകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഹസ്രത് ബാൽ ദേവാലയം. ദാൽ തടാകത്തിൻ്റെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടി ഇവിടെയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ മദീനയിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായ സയ്യിദ് അബ്ദുള്ളയാണ് ഈ ഒരു മുടിയുടെ അവശിഷ്ടം ഇന്ത്യയിൽ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഈ ഒരു മോസ്കിന് ചുറ്റും ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും വലിയൊരു പൊറോട്ട ഉണ്ടാക്കുന്ന വിധമാണ്. അതാ അത്രയും വലിയ ആ ഒരു പ്രതലത്തിലിട്ട് പരത്തി അത് കീറിപ്പോകാത്ത രീതിയിൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നു. വളരെ മനോഹരമായിട്ട് തോന്നി. അതുപോലെ ഇതിവിടെ ഇവർ വിൽപ്പന നടത്തുന്നത് തൂക്കിയാണ് വിൽപ്പന നടത്തുന്നത്. അത് കിലോ കണക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇവരുടെ എല്ലാം ഇതിപ്പോൾ നോയമ്പിൻ്റെ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ നോയമ്പ് സമയത്ത് നോയമ്പ് ഇറക്കുന്നതിനുള്ള ഭക്ഷണങ്ങളായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. അടുത്ത നമ്മൾ പോകുന്നത് ഹരിപർബത് എന്നുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഹരിപർബത് ടെമ്പിളും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഹരിപർബത് കോട്ടയുമുണ്ട്. ഇത് രണ്ടും കൂടി ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം.
ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന ഹരിപർബത് മതപരവും ചരിത്രപരവുമായി പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലമാണ്. ദുർഗാദേവിയായ ശാരിക എന്ന ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ആണ് ഇത്. അഫ്ഗാൻ ഭരണാധികാരികൾ നിർമ്മിച്ച ഹരിപർബത് കോട്ടയും ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മളിട്ടുണ്ടെന്ന ചെരുപ്പുകളൊക്കെ ഊരിയിട്ട് ഈ മര ചപ്പലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ടെമ്പിളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. താഴത്തെ കൊച്ചു കൊച്ചു കെട്ടിടങ്ങളും വീടുകളുമൊക്കെ കാണുവാനായിട്ട് വളരെ ഭംഗിയാണ് ഇതിൻ്റെ മേളിൽ നിന്ന്. ഹരിപർബത് ടെമ്പിളിൻ്റെ ആ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ജലോത്ഭവൻ എന്ന അസുരൻ കാശ്മീരിനെ ഭയപ്പെടുത്തിയ സമയത്ത് ദുർഗാദേവിയുടെ അവതാരമായ ശാരികാദേവി ഒരു വിശുദ്ധ കല്ല് എറിഞ്ഞ് ആ അസുരനെ കൊല്ലുകയുണ്ടായി. അതാണ് ഹരിപർബതായി വളർന്നത് എന്നാണ് വിശ്വാസം. അടുത്തതായിട്ട് ഹരിപർബത് കോട്ടയിലേക്കാണ് പോകുന്നത്. ആയിരത്തി 590 അക്ബർ ചക്രവർത്തിയാണ് ഈ കോട്ട ആദ്യമായി ആസൂത്രണം ചെയ്തത്. കോട്ട ഉറപ്പിച്ച മതിലുള്ള ഒരു നഗരം നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി. പക്ഷെ അത് അപൂർണമായി അവശേഷിച്ചു. 1808 കാശ്മീരിലെ അഫ്ഗാൻ ഗവർണറായിരുന്ന മുഹമ്മദ് ഖാനാണ് ഈ കോട്ട പൂർത്തിയാക്കിയത്. ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാണുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ പല പല സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. കാലത്ത് ഇതൊരു സൈനിക കോട്ടയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒട്ടേറെ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മളിതിൻ്റെ മുകളിലെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 5250 അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട നിലനിൽക്കുന്നത്. ഏകദേശം 1600 മീറ്റർ ഉയരത്തിൽ. ഫൈനലി നമ്മൾ ഫോർട്ടിൻ്റെ ഏറ്റവും മേളിലെത്തി. ഇതാണ് കോട്ടയുടെ ഉൾവശമാണ് നമ്മളീ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ആ ഒരു നിർമ്മിതി തന്നെയാണ് ഈ കോട്ടയുടെയും. ഇതിൻ്റെ മേളിൽ ചെറിയൊരു അമ്പലം പോലെ പ്രതിഷ്ഠയും വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥനാ സെറ്റപ്പും കൂടി ഉണ്ട് ഇവിടെ. നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ദേശീയ പതാക ഇവിടെ കാണാം. ഇത്രയും ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ താഴത്തുള്ള കാഴ്ചകൾ കാണാൻ വളരെ ഭംഗിയാണ്. ഇവിടെ എല്ലായിടത്തും CRPFൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും